ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നാരായണീയത്തിലെ 11-ാം ദശകമാണ് തുടങ്ങുന്നത്. 11-ാം ദശകത്തിലെ 1-ാമത്തെ ശ്ലോകം. ഇവിടെ സനകാദി മുനികൾ വൈകുണ്ഠത്തിൽ എത്തുന്ന ഒരു ഭാഗമാണ് ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേതിരേ മാരുത മന്ദിരേ ഹേ മാരുത മന്ദിരേശ, അല്ലയോ ഗുരുവായൂരപ്പ, ക്രമേണ സർഗേ പരിവർദ്ധമാനെ, കാലക്രമത്തിൽ സൃഷ്ടി വലുതായി വന്നുകൊണ്ടിരിക്കെ, കഥാപി ഒരിക്കൽ, ദിവ്യാഹ തേ സനകാദയ, ദിവ്യന്മാരായ ആ 4 സനകാദി മുനികൾ, ഭവത് വിലോകായ നിന്തിരുവടിയെ ദർശിക്കുന്നതിനായി, വികുണ്ഠലോകം പ്രവേദിരേ വൈകുണ്ഠലോകത്തെ പ്രാപിച്ചു. കഴിഞ്ഞ ദശകത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ സൃഷ്ടിയിൽ സ്ത്രീ പുരുഷ ഭേദമുണ്ടായതും അവരുടെ സംയോഗഫലമായി സൃഷ്ടി പലതരത്തിൽ വ്യാപിച്ചു എന്നതും പറയുകയുണ്ട്. പല സ്വഭാവവിശേഷമുള്ള ദമ്പതിമാരിൽ നിന്ന് ഭിന്ന സ്വഭാവക്കാരായ ഭിന്ന രൂപങ്ങളുള്ള സന്താന പരമ്പരകൾ ഉണ്ടായി. ഇങ്ങനെയിരിക്കെ ഒരിക്കൽ സനകാദികൾ ഭഗവത് ദർശനത്തിനായി വൈകുണ്ഠലോകത്ത് എത്തിച്ചേർന്നു. ജനങ്ങൾ പെരുകിയപ്പോൾ അധർമ്മവും പെരുകി. അധർമ്മത്തെ അമർച്ച ചെയ്യുവാൻ ഭഗവാന് അവസരമുണ്ടാക്കലാണ് സനകാദികളുടെ ഈ വൈകുണ്ഠ ദർശനത്തിൻ്റെ ഫലം. ഭഗവാന്റെ അവതാര ചരിതങ്ങൾ വർണ്ണിക്കുന്നതിനായി അസുരന്മാരുടെ ഉൽപ്പത്തിയും അവരുടെ വധവുമെല്ലാമാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ ദശകങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ക്രമേണ സർഗേ പരിവർദ്ധമാനേ കദാപി ദിവ്യാസനകാദയസ്തേ ഭവദ്വിലോകായ വികുണ്ഠലോകം പ്രഭേദിരേ മാരുത മന്ദിരേ ച. ഇന്ന് 11-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് പാരായണം ചെയ്യുന്നത്. സനകാദികൾ കണ്ട വൈകുണ്ഠത്തിൻ്റെ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. മനോജ്ഞ നൈത്രേയസ കാനനാദ്യൈഃ അനേകവാപീ മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീത കക്ഷ്യാ. മനോജ്ഞ നൈത്രേയസ കാനനാദ്യൈഃ, മനോഹരമായ നൈത്രേയസമെന്ന പേരുള്ള ഉദ്യാനം തുടങ്ങിയവയാലും, അനേക വാപി മണിമന്ദിരേശ്ച, അനേകം തടാകങ്ങൾ മണിമന്ദിരങ്ങൾ തുടങ്ങിയവയാലും, അനോപമം ഭവതഃ തം നികേതം, അനോപമം അതുല്യമായ ഒന്നിനോട് ഉപമിക്കാൻ പറ്റാത്ത
അവിടുത്തെ വൈകുണ്ഠം എന്ന വാസസ്ഥാനം അതീതകക്ഷ്യാഹ പല മതിൽക്കെട്ടുകൾ കടന്ന് മുനീശ്വരന്മാർ പ്രാപിക്കൂ, ആ മുനീശ്വരന്മാർ പ്രാപിച്ചു. സനകാദികൾ എത്തിച്ചേർന്ന വൈകുണ്ഠത്തിൻ്റെ സൗന്ദര്യ മഹിമയാണ് ഈ ശ്ലോകത്തിൽ. ആ സൗന്ദര്യം വർണ്ണിപ്പാൻ നമുക്ക് വാക്കുകൾ പോരാ. ഭാഗവതത്തിൽ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഭട്ടതിരി വളരെ ചുരുക്കിയാണ് വർണ്ണിക്കുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് നൈത്രേയസം എന്ന മനോജ്ഞമായ ഉദ്യാനത്തെക്കുറിച്ചാണ്. അതുപോലെ തന്നെ തടാകങ്ങൾ, മണിമന്ദിരങ്ങൾ തുടങ്ങിയവ എവിടെയും കാണാത്ത, ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത തരത്തിലുള്ളവയാണ്. ഭഗവാന്റെ അടുത്തെത്താൻ പല മതിൽക്കെട്ടുകൾ കടക്കണം. ഭാഗവതത്തിൽ അത് 7 മതിൽക്കെട്ടുകൾ എന്ന് പറയുന്നുണ്ട്. ഓരോന്നിലും ദ്വാരപാലകന്മാരുമുണ്ട്. അങ്ങനെ സനകാദികൾ 6 മതിൽക്കെട്ടുകൾ കടന്ന് 7ാമത്തെ മതിൽക്കെട്ടിൽ കക്ഷ്യയിലെത്തി. 7ാമത്തെ കക്ഷ്യക്കകത്താണ് ഭഗവാന്റെ സ്ഥാനം. 7ാം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാനാകും എന്ന് പല സ്തോത്രങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. മനോജ്ഞ നൈത്രേയസ കാനനാദ്യൈഃ അനേകവാപി മണിമന്ദിരൈശ്ച അനോപമം തം ഭവതോ നികേതം മുനീശ്വര പ്രാപുരതീതകക്ഷ്യാഃ. 11ാം ദശകത്തിലെ 3ാമത്തെ ശ്ലോകം. സനകാദികളെ വൈകുണ്ഠത്തിൽ അവിടുത്തെ ദ്വാരപാലകർ തടയുന്ന ഒരു സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്താം തേഷാം ച ചിത്തേ പദമാപഗോപ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഭവദ്ദിദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ താൻ. അങ്ങേ ദർശിക്കാൻ ഇച്ഛിക്കുന്നവരായി അങ്ങയുടെ ഭവനത്തിൽ കക്ഷ്യയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങിയ അവരെ ദ്വാസ്തൗ ദ്വാരപാലകന്മാരായ ജയവിജയ അഭി ജയനും വിജയനും അരുന്ധാം തടഞ്ഞു അവിടെ. തേഷാം ചിത്തെ അവരുടെ മനസ്സിൽ കോപഃ പദം ആപച അവരുടെ മനസ്സിൽ കോപം സ്ഥാനം പിടിക്കുകയും ചെയ്തു. അവർക്കും കോപം വന്നു. ഭൂമൻ സർവം ഭവത് പ്രേരണയായേവ സർവവ്യാപിയായ ഭഗവാൻ എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത്. അതായത് സനകാദി മുനികൾക്ക് എവിടെയും ചെല്ലാം, അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാറ്റിലും ഭഗവാനെ കാണാനുള്ള കഴിവുള്ളവരാണ്. എന്നാൽ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമായിരിക്കാം അവർക്ക് ഭഗവാനെ നേരിട്ട് വൈകുണ്ഠത്തിൽ പോയി കാണണമെന്ന് തോന്നിയത്. 6 കക്ഷികളും കഴിഞ്ഞ് മതിൽക്കെട്ടുകളും കഴിഞ്ഞ് 7ാമത്തെ കക്ഷിയുടെ കാവൽക്കാരായ ജയവിജയന്മാർ അവരെ ഭഗവാനെ കാണുന്നതിൽ നിന്ന്, അകത്ത് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു അത്ര. അതിനാൽ
വളരെ സാത്വികന്മാരായ സനകാദികൾക്ക് പോലും കോപമുണ്ടായി. കോപം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് അവർ. എങ്കിലും അവർ ജയവിജയന്മാരെ ശപിക്കുകയാണ്. ഈശ്വര തുല്യരായ സനകാദികൾക്കുണ്ടായ കോപം പ്രപഞ്ചഗതിയെ തന്നെ ബാധിച്ചു എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും ഭഗവാന്റെ അവതാരങ്ങൾക്ക് ഒരു നന്ദി കുറിച്ചുകൊണ്ടാണ് ഈ സനകാദികൾ വൈകുണ്ഠ ലോകത്ത് അങ്ങയെ കാണാനായിട്ട് എത്തിച്ചേർന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഭവത്തി ദൃക്ഷൂൻ ഭവനം വിവിക്ഷൂൻ ദ്വാസ്തൗ ജയസ്താൻ വിജയോപ്യരുന്താം തേഷാം ച ചിത്തേ പദമാപകോപഃ സർവം ഭവത്പ്രേരണയൈവ ഭൂമൻ. ഇന്ന് 11-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ്. ജയവിജയന്മാരെ ശപിക്കുന്ന ഭാഗമാണ് ഈ ശ്ലോകത്തിൽ വിവക്ഷിക്കുന്നത്. വൈകുണ്ഠലോകാനുജിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർ നോസ്തുതി നേബതുസ്താൻ. വൈകുണ്ഠ ലോകാനുജിത പ്രജേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം. പരമസാത്വികമായ ഈ വൈകുണ്ഠ ലോകത്തിന് ചേരാത്ത ഗർവിത ചേഷ്ട നടത്താൻ തുടങ്ങിയ ക്രൂരന്മാരായ നിങ്ങൾ രണ്ടുപേരും അസുരന്മാരായി ജനിക്കുവിൻ എന്ന് സനകാദികൾ ജയവിജയന്മാരെ ശപിച്ചു. ശാപം കിട്ടിയ ഉടനെ പശ്ചാത്താപം വന്നു ചേർന്ന അവർ മാത്രമല്ല നിന്തിരുവടിയുടെ ആശ്രിതരുമാണ് ജയവിജയന്മാർ. അവര് ഏതു ജന്മത്തിലായാലും നഹ ഹരിസ്മൃതിരസ്തു, ഞങ്ങൾക്ക് ഹരിസ്മൃതി വിഷ്ണുവിൻ്റെ സ്മരണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സനകാദികളുടെ കാൽക്കൽ വീണു വണങ്ങി. ഭഗവാന്റെ അറിവോടുകൂടി തന്നെയാണ് വൈകുണ്ഠത്തിൽ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. അസുരന്മാരുടെ ജനനവും അവരെ വധിക്കാനുള്ള ഭഗവാന്റെ അവതാരങ്ങളും ആരംഭിക്കുന്നത് ഈ സനകാദികളുടെ വൈകുണ്ഠ ദർശനവും ജയവിജയന്മാർക്ക് ലഭിച്ച ശാപവും ഒരു നിമിത്തം മാത്രമാണ്. എല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ തന്നെയാണ്. വൈകുണ്ഠ ലോകാനുജിത പ്രചേഷ്ടൗ കഷ്ടൗ യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശപ്തൗ ഭവദാശ്രയൗ തൗ ഹരിസ്മൃതിർനോസ്തുതി നേമതുസ്താൻ. പതിനൊന്നാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഭഗവാൻ ഗരുഡന്റെ പുറത്ത് എഴുന്നള്ളി സനകാദികളെ അനുഗ്രഹിക്കുകയാണ്. തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷഃ ഖഗേശ്വരാം സാർപ്പിത ചാരുബാഹുരാനന്ദ യം സ്ഥാനഭിരാമ മൂർത്യാ. ഹേ അംബുജാക്ഷ, അല്ലയോ താമരക്കണ്ണ, ഭഗവാൻ തത് ഏതത് ആജ്ഞായ, അവിടുന്ന് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്
ലക്ഷ്മ്യാ സഹ ഏവ ലക്ഷ്മീദേവിയോടുകൂടി തന്നെ ഖഗേശ്വരാംസാർപ്പിത ചാരു ബാഹു ഖഗേശ്വരൻ ഗരുഡന്റെ തോളിൽ അർപ്പിക്കപ്പെട്ട മനോഹരമായ കൈകളോടുകൂടിയ ഭഗവാൻ മനോഹരമൂർത്തിയായി അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് ബഹിഹി അവാപ്ത പുറത്തേക്ക് എത്തി. അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് വന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തൻ്റെ വാഹനവും കൊടിയടയാളവുമായ ഖഗേശ്വരനായ ഗരുഡന്റെ തോളിൽ ഒരു കൈ വെച്ചുകൊണ്ട് ലക്ഷ്മീദേവിയോടൊപ്പമാണ് വന്നിരിക്കുന്നത്. പുറത്തേക്ക് എഴുന്നള്ളി സനകാദികളെ സന്തോഷിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഒരു ആശ്രയമില്ലാത്ത തൻ്റെ ദ്വാരപാലകരായ ജയവിജയന്മാരെയും സന്തോഷിപ്പിച്ചു എന്ന് പറയാം. കാരണം തൻ്റെ ദർശന സൗഭാഗ്യം അവർക്കും ലഭിച്ചുവല്ലോ. തദേതദാജ്ഞായ ഭവാനവാപ്തഃ സഹൈവ ലക്ഷ്മ്യാ ബഹിരംബുജാക്ഷ ഖഗേശ്വരാംസാർപ്പിത ചാരുബാഹോ രാനന്ദയം സ്ഥാനഭിരാമ മൂർത്യ. 11-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ജയവിജയന്മാർക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുന്നു. പ്രസാദ്യ ഗീർഭിസ്തുവതോ മുനീന്ദ്രാനൻ അനന്യനാഥാവത പാർഷദൗതൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാമുവേദ ഉവേദം ഇത്യാത്തകൃപം ന്യഗാദീഹി. പിന്നീട് സ്തുവതഃ മുനീന്ദ്രാൻ ഗീർഭിഃ പ്രസാദ്യ, തന്നെ കണ്ട് സ്തുതിക്കുന്നവരായ സനകാദികളെ വാക്കുകളാൽ പ്രസാദിപ്പിച്ചിട്ട് അനന്യനാഥൗ തൗ പാർഷദൗ, മറ്റാരും നാഥനായി ഇല്ലാത്ത ആ 2 പാർഷദന്മാരോട് ആത്മകൃപം കാരുണ്യത്തോടെ സംരംഭയോഗവും കോപയോഗം കൊണ്ട് ത്രിഭിഹി ഭവൈഹി 3 ജന്മങ്ങളാൽ മാം ഉപേദം എന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. ഭഗവാൻ പ്രത്യക്ഷനായപ്പോൾ സനകാദികൾ ഭഗവാനെ സ്തുതിച്ചു. മനോഹരങ്ങളായ വാക്കുകളാൽ ഭഗവാൻ അവരെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റാരും ആശ്രയമില്ലാത്ത തൻ്റെ ദ്വാരപാലകരായ ജയവിജയന്മാർക്ക് ശാപമോക്ഷവും അദ്ദേഹം കൊടുത്തു. എന്താണ് ശാപമോക്ഷം? ശാപം എന്താണ്? ദൈത്യന്മാരായി ജനിക്കുക എന്നാണ് ശാപം. ആ സമയത്ത് സംരംഭയോഗം, കോപം കൊണ്ട് ഭഗവാനെ എതിർക്കുന്ന ഒരു യോഗം, ഇത് 3 ജന്മങ്ങളിൽ ഭഗവാനെ എതിർത്തുകൊണ്ട് ഭഗവാനെ പ്രാപിക്കുക, എന്നെ പ്രാപിക്കുക എന്നാണ് ജയവിജയന്മാർക്ക് കൊടുത്ത ശാപമോക്ഷം. ഇങ്ങനെയാണ് 3 അസുരജന്മങ്ങൾ ഇവർക്കുണ്ടാവുന്നത്. പ്രസാദ്യകീർത്തി സ്തുവതോ മുനീന്ദ്രാൻ അനന്യനാഥാവത പാർഷദൗതൗ സംരംഭയോഗേന ഭവൈസ്ത്രിഭിർമാമുവേദമേ ത്യാത്തകൃപം ന്യഗാദീഹി. പതിനൊന്നാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. ത്വദീയ ഭൃത്യൗ കില കാശ്യപാത്തൗ
സുരാരിവീര്യാവുദിതൗ സന്ധ്യാസമുത്പാദനകഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ ത്വദീയ ഭൃത്യൗ തൗ ച നിന്തിരുവടിയുടെ ഭൃത്യന്മാരായ ആ രണ്ടുപേരും കാശ്യപാത് ദിതൗ കാശ്യപനിൽ നിന്ന് ദിതിയിൽ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടവും സന്ധ്യാസമയത്തുണ്ടായത് മൂലം ലോകസ്യ അന്യൗ യമൗ ലോകത്തിന് ഇരട്ട പിറന്ന മറ്റു രണ്ട് യമന്മാരെ പോലെ ദൗ സുരാരി വീരൗ ഉദിതൗ കില രണ്ട് അസുരവീരന്മാരായി ജനിച്ചു. ഭഗവാനിൽ നിന്ന് സംരംഭയോഗം ലഭിച്ച ജയവിജയന്മാരുടെ തുടർന്നുള്ള കഥയാണ് ഇനി പറയുന്നത്. അവർ കാശ്യപന്റെയും ദിതിയുടെയും ഇരട്ടപ്പെട്ട മക്കളായി ജനിച്ചു. കാശ്യപ മഹർഷിക്ക് രണ്ട് ഭാര്യമാരാണ്, ദിതിയും അദിതിയും. അദിതിയുടെ സന്താനങ്ങളാണ് ആതിഥേയന്മാർ അല്ലെങ്കിൽ ദേവന്മാർ. ആതിഥേയന്മാരുടെ എണ്ണവും സുഖസമൃദ്ധിയും എല്ലാം കണ്ട് ദിതി അടുത്ത ഭാര്യ അസൂയാലുവായി. ഒരിക്കൽ മഹർഷി സന്ധ്യാവന്ദനം കഴിഞ്ഞുള്ള ഉപാസനകളിൽ വ്യാപൃതനായിരിക്കെ ദിതി കാമവികാരത്തോടെ അദ്ദേഹത്തെ സമീപിച്ചു. സന്ധ്യാസമയം കഴിയുന്നത് വരെ ക്ഷമിക്കാൻ മഹർഷി ഉപദേശിച്ചിട്ടും ദിതി വഴങ്ങിയില്ല. അങ്ങനെ ദിതി ഗർഭിണിയായി, രണ്ട് ശിശുക്കൾ ആ ഗർഭത്തിലുണ്ടായി. സന്ധ്യാസമയത്ത് ഉൽപാദിതരായ അതുകൊണ്ടായിരിക്കാം അവർ നിർദ്ദയന്മാരും ക്രൂരനും തമോവൃത്തിയുള്ളവരുമായി വളർന്നു. ലോകോപദ്രവകാരികളായി രണ്ട് യമന്മാരെ പോലെ ആയിരുന്നു അവരുടെ പെരുമാറ്റം. സന്ധ്യാസമയം വളരെ പരിപാവനമായ സമയമാണ്. ഭഗവാനെ ഭജിക്കാനും മറ്റും ഉപയോഗിക്കേണ്ട സമയം. അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇവിടെ നടന്നത്. ത്വദീയ ഭൃത്യൗ കില കാശ്യപാത്തൗ സുരാരിവീര്യൗ ഉദിതൗ സന്ധ്യാസമുത്പാദന കഷ്ടചേഷ്ടൗ യമൗ ച ലോകസ്യ യമാവിവാന്യൗ. പതിനൊന്നാം ദശകത്തിലെ 8ാമത്തെ ശ്ലോകമാണ്. ആദ്യത്തെ അസുരന്മാരുടെ ജനനമാണ് ഇവിടെ. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ആളുകൾ. ഹിരണ്യപൂർവ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ ഉഭൗ ഭവന്നാഥം അശേഷലോകം രുഷാനിരുന്ധാം നിജവാസനാന്തൗ. ഏകഃ ഹിരണ്യപൂർവഃ കശിപോ പരഃ ഹിരണ്യാക്ഷ ഇതി പ്രതീതഃ കില. ഒരാളുടെ പേര് ഹിരണ്യകശിപു, മറ്റേയാൾ ഹിരണ്യാക്ഷൻ. ഉഭൗ ഭവന്നാഥം അശേഷലോകം. രണ്ടുപേരും നിന്തിരുവടിനാഥനായുള്ള അശേഷ ലോകത്തെ, സമസ്ത ലോകത്തെയും നിജവാസനാന്തോ തങ്ങളുടെ ദൈത്യ വാസനയാൽ അന്തരായി രുഷാനിരുന്ധാം കോപത്തോടുകൂടി നിരോധിച്ചു. കശ്യപന് ദിതിയിലുണ്ടായ രണ്ട് പുത്രന്മാരാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. അവരുടെ സ്വഭാവം അസുരന്മാരുടേതാണ്. ഭഗവാനോടുള്ള ദേഷ്യം നിമിത്തമാണ് ഭഗവാൻ നാഥനായുള്ള ലോകത്തെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി. സംരംഭയോഗമാണ് കൊടുത്തിരിക്കുന്നത്. കോപം, ഭഗവാനോടുള്ള ദേഷ്യം.
അങ്ങനെയാണ് ഇവരുടെ ജന്മം മുഴുവനും. ഹിരണ്യപൂർവ കശിപുക്കിലൈക പരോ ഹിരണ്യാക്ഷൈതി പ്രതീത ഉഭൗ ഭവന്നാഥമശേഷലോകം രുഷാനിരുന്താം നിജവാസനാന്തോ. ദശകം 11 9-ാമത്തെ ശ്ലോകം. ഭൂമിദേവിയെ ഹിരണ്യാക്ഷൻ ജലത്തിൽ താഴ്ത്തി നശിപ്പിക്കാൻ തുടങ്ങുകയാണ് ഈ ശ്ലോകത്തിൽ. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാം മാം സലിലേ നിമജ്യ ചചാരഗർഭാത് വിനദൻ ഗദാവാൻ. തയോഹോ ഹിരണ്യാക്ഷഃ മഹാസുരേന്ദ്രഃ രണായ ധാവന് അനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ഗദാവാൻ ഗർഭാത് വിനദൻ ചചാര. അതായത് ആ രണ്ടുപേരിൽ ഹിരണ്യാക്ഷൻ എല്ലാവരോടും ദേഷ്യമാണല്ലോ, ലോകത്തോട് മുഴുവനും കോപമാണ്. അപ്പോൾ എല്ലാവരോടും യുദ്ധം ചെയ്യാനാണ് ആഗ്രഹം ഹിരണ്യാക്ഷന്. യുദ്ധം ചെയ്യാനായി ഓടി നടക്കുകയാണ്. പക്ഷെ ആരും ഒരു എതിരാളിയെ കിട്ടിയില്ല. കാരണം ഈ മഹാസുരനെ എതിർക്കാൻ ആരും തയ്യാറല്ല. എല്ലാവരും പേടിച്ച് മാറി നിന്നു. മാത്രമല്ല ഭഗവാന് മാത്രമേ അതിന് കഴിയൂ എന്നും അറിയാം. ഇതറിയാവുന്ന ഹിരണ്യാക്ഷൻ ഒരു കൗശലം പ്രയോഗിച്ചു. അതായത് ഭഗവാൻ എതിർത്ത് വരണം, അതിനു വേണ്ടിയിട്ട് അവിടുത്തെ പത്നിയായ അല്ലേ വിഷ്ണുവിൻ്റെ വേറൊരു പത്നിയായി നമ്മൾ ഭൂമിദേവിയെ സങ്കല്പിക്കുന്നുണ്ട്. ഭൂമിയെ ദ്രോഹിക്കാൻ ശ്രമിച്ചു ആര്? ഹിരണ്യാക്ഷൻ. ഭൂമിയെ എന്ത് ചെയ്തു? ജലത്തിൽ സാഗരത്തിൽ താഴ്ത്തി വെച്ചു. എന്നിട്ട് ഭഗവാനെ വെല്ലുവിളിക്കുന്ന മട്ടിൽ ഗർജിച്ചുകൊണ്ട് ചുറ്റി നടന്നു. എന്നെ ആരാണ് ഇതിനെതിരായിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരുന്നത്? വരട്ടെ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ചുറ്റി നടന്നു വളരെ അഹങ്കാരത്തോടുകൂടി. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവന്നനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാരഗർഭാത് വിനദൻ ഗദാവാൻ. ഇന്ന് 11-ാം ദശകത്തിൽ 10-ാമത്തെ ശ്ലോകം. 11-ാമത്തെ ദശകം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഹിരണ്യാക്ഷനെ സദൃശനായ എതിരാളി ഇല്ല ലോകത്ത്. അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത്. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തൈകദൃശ്യ സകൃപാനിതേ ത്വം നിരുന്തിരോഗാൻ മരുതാലയേശ. തഥ പിന്നീട് ജലേശനായ വരുണനിൽ നിന്ന്, ജലത്തിൽ മുക്കിയിരിക്കുകയാണല്ലോ നമ്മുടെ ഭൂമിയെ. അപ്പോൾ ജലത്തിൻ്റെ ഈശൻ വരുണനാണ്. വരുണനിൽ നിന്ന് ഹിരണ്യാക്ഷൻ ഒരു കാര്യം അറിഞ്ഞു. എന്താ? ഭവന്തം സദൃശം, നിന്തിരുവടിയെ തനിക്ക് തുല്യനാണ്. നിന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയ ആള് ഭഗവാൻ മാത്രമാണ് എന്ന് പറഞ്ഞു കൊടുത്തു.
ഇത് കേട്ടിട്ട് ഇനി വിഷ്ണു എവിടെയാണ്, ഭഗവാൻ എവിടെയാണെന്ന് തിരയുകയാണ് നമ്മുടെ ഹിരണ്യാക്ഷൻ. ത്വാം ഗവേഷയന്, അങ്ങേ അന്വേഷിക്കുന്നവനായി ബഭ്രാമ, ചുറ്റിത്തിരിഞ്ഞു. സഹ ഭക്തീക ദൃശ്യ കൃപാനിധി, അപ്രകാരമുള്ളവനും ഭക്തനു മാത്രം കാണാവുന്നവനുമായ കൃപാനിധിയായ ഗുരുവായൂരപ്പ, ത്വം രോഗാൻ നിരുന്തി, അവിടുന്ന് എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണമേ. ഹിരണ്യാക്ഷൻ തനിക്ക് പോകുന്ന എതിരാളി ഭഗവാനാണെന്ന് വരുണനിൽ നിന്നും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം എവിടെ തൻ്റെ എതിരാളി അല്ലെങ്കിൽ ഭഗവാൻ എവിടെ എന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ കാണാനുള്ള ഒരു ത്വര അവനുണ്ട്, ഹിരണ്യാക്ഷനുണ്ട്. അതുകൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ദ്വാരപാലകന്മാരിൽ ഒരാളാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത്. ശാപം കൊണ്ട് മാത്രം അസുരനായതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശാപമോക്ഷം നേടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്കാണ് ഭഗവാനെ വെല്ലുവിളിക്കുന്നതും ഭഗവാനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഭഗവാനിൽ നിന്ന് മരണം ഇച്ഛിക്കുന്നതും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് തോന്നുന്നു. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്വാം ഭക്തിഗദൃശ്യ സ കൃപാനിധേ ത്വം നിരുന്തി രോഗാൻ മരുതാലേശ. എൻ്റെ രോഗങ്ങളെയും ശമിപ്പിക്കണമേ കൃഷ്ണ ഗുരുവായൂരപ്പ.